പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. നമ്മുടെ കഥയുടെ പേരാണ് പാണ്ഡൻ പൂച്ചയും ആമവൈദ്യരും. പാണ്ഡൻ പൂച്ച ചങ്ങാതിയുടെ പിറന്നാളിന് പോകാനിറങ്ങിയതാണ്. ഒരു പുഴ കടന്ന് വേണം ചങ്ങാതിയുടെ വീടെത്താൻ. പാണ്ഡൻ പുഴക്കരയിലെത്തി. എങ്ങനെ അക്കരെ എത്തും? എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ലല്ലോ. അവൻ ആകെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അതാ വരുന്നു ആമവൈദ്യർ. പുഴക്കരയിലിരിക്കുന്ന പാണ്ഡനോട് വൈദ്യർ കാര്യം അന്വേഷിച്ചു. ഞാനും അക്കരയ്ക്ക് തന്നെയാണ്, താൻ എൻ്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ പുഴ കടത്താം. അങ്ങനെ ആമവൈദ്യരുടെ പുറത്ത് കയറി പാണ്ഡൻ പുഴ കടക്കുകയായിരുന്നു. പല കാഴ്ചകളും പുഴയിൽ കണ്ടെന്നിരിക്കും. അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് നല്ലത്, ആമവൈദ്യർ ഉപദേശിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡൻ വെള്ളത്തിലെ കാഴ്ച കണ്ട് അതിശയിച്ചു പോയി. പുഴ നിറയെ മീൻ. പാണ്ഡൻ്റെ വായിൽ വെള്ളമൂറി. ഹയ്യടാ! വൈദ്യർ പറഞ്ഞതൊന്നും കേൾക്കാതെ കൊതിയനായ പാണ്ഡൻ മുഴുത്തൊരു മീൻ ലാക്കാക്കി പുഴയിലേക്ക് ഒരൊറ്റ ചാട്ടം. വെള്ളത്തിൽ അവൻ മുങ്ങാനും പൊങ്ങാനും നിലവിളിക്കാനും തുടങ്ങി. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ! ഒരു തരത്തിൽ വൈദ്യർ പാണ്ഡനെ വീണ്ടും പുറത്തു കയറ്റി. അതോടെ പാണ്ഡൻ്റെ മീൻ കൊതിയും തീർന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? ആമവൈദ്യർ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ പാണ്ഡൻ പൂച്ചയ്ക്ക് ഈ ഗതി വരുമായിരുന്നോ? ഇല്ല അല്ലേ? അതിനാൽ നമ്മളെപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, എന്നിട്ട് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നേറണം. ഒരിക്കലും എടുത്തുചാട്ടം നന്നല്ല.